ഹായ് ഫ്രണ്ട്സ്, ആർടിഎമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ബൈക്കിന് ഞാനൊരു സീറ്റ് കവർ വെച്ചു. അതായത് ലെതർ ടൈപ്പ്, കുറച്ചൊരു ഭംഗിയുള്ളതാണെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയുക. ഞാനപ്പോൾ അങ്ങനെയുള്ളൊരു സീറ്റ് കവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പാലാരടുത്തുള്ള ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ പുള്ളി ആദ്യം നമുക്ക് സീറ്റ് കവർ ഫിറ്റ് ചെയ്യണമെങ്കിൽ സീറ്റ് അയക്കണം. അപ്പോൾ അതിൻ്റെ പണികളാണ് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറേ നാളായി ഇതിങ്ങനെ ഊരാത്തത് കൊണ്ട് കുറച്ച് ടൈറ്റായിരുന്നു. അപ്പോൾ കുറച്ച് പണിപ്പെട്ടിട്ടാണ് പുള്ളി ഊരിയെടുത്തത്, സീറ്റ് ഊരിയെടുത്തത്. സീറ്റിൻ്റെ സൈഡിലെയും ബാക്കിലെയും ഇതെല്ലാം ഊരിയെടുത്തു. ഇനി നെറ്റ്സൊക്കെ ഊരിയിട്ടുണ്ട്. അപ്പോൾ ഇനി സീറ്റ് പൊക്കിയെടുത്താൽ മതി. ഇതാണ് പൊക്കിയെടുത്തപ്പോഴുള്ള അവസ്ഥ. ഇവിടെ ഫുള്ള് ചെളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സീറ്റ് ഇങ്ങനെ ഊരുന്നത്. അപ്പോൾ ഫുള്ള് ചെളിയാണ്. കാരണം നമ്മുടെ ഈ മൺകാടിൻ്റെ അവിടെ സീറ്റ് ഇരിക്കുന്ന പോർഷനിൽ ഫുള്ള് ചെളിയായിരുന്നു. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ബാക്കിലെ ബാക്ക് റെസ്റ്റ് ഊരിയെടുക്കുന്നതാണ്. അത് ഞാൻ രണ്ടാമത് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ അന്ന് കുറച്ച് പിരിയ വെട്ടിയൊക്കെ കയറിയത്. അപ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് കടയിലെ ഒത്തിരിയേറെ സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ബുള്ളറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. എനിക്ക് തോന്നുന്നു അങ്ങനെ ബുള്ളറ്റിന് ആരും മേടിച്ചിടാറില്ല എന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള ബൈക്കുകളിൽ ഒത്തിരിയേറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ബുള്ളറ്റിന് വേണ്ടിയുള്ള സാധനങ്ങൾ വളരെ ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഓൾറെഡി ഉള്ളവർ സീറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പണിയിപ്പിച്ചെടുക്കുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ വന്ന് അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം പുതിയതായിട്ട് റീസ്റ്റോർ ചെയ്തെടുക്കുന്ന വണ്ടികളും ബുള്ളറ്റുകളൊക്കെയാണ് സാധാരണ ഇങ്ങനെ കവറിടുന്നത്. അല്ലാത്തവരിങ്ങനെ കവർ ഇടാറില്ല. പിന്നെ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാറുണ്ടായിരിക്കും, അതായിരിക്കാം വരാത്തതെന്ന് പറയുന്നു. എന്തായാലും ഈ സീറ്റ് കവറിൻ്റെ വില പുള്ളി പറഞ്ഞത്, അതായത് സീറ്റ് കവർ പിടിപ്പിച്ച് തരുന്നതിന് പറഞ്ഞ പൈസ 1750 രൂപയാണ്. 700 രൂപ എന്നോട് മേടിച്ചത്. എനിക്കറിയില്ല അത് കൂടുതലാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള വണ്ടികൾക്ക് വലിയ പ്രൈസ് പറഞ്ഞില്ല അവിടെ. കാരണം 300 രൂപ 400 രൂപയ്ക്കൊക്കെ ബാക്കി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പുള്ളി രണ്ടാമത് എന്താ പീസൊക്കെ തയ്ച്ച് കയറ്റുവാണ്, എന്നിട്ടാണ് അത് പിടിപ്പിക്കുന്നത്. ആ പുള്ളി ഇരിക്കുന്നതിൻ്റെ ബാക്കിലുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ് എക്സ്ട്രാ രണ്ടാമത് കാണിച്ചു തന്ന സാധനം. ഞാനപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നി. ഞാനപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ അങ്ങനെ ചെയ്തു. ഇവർ മേളിത്തേലേക്ക് ഇത് കയറ്റി വെച്ചിട്ട് സൈഡിൽ നമ്മുടെ എന്താ പറയുക ഫെവിക്കോൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോളിൻ്റെ ടൈപ്പ് നോർമൽ ഫെവിക്കോളല്ല, നമ്മുടെ മറ്റേ ഇതിനെ ഒട്ടിക്കുന്ന ടൈപ്പ് ഫെവിക്കോൾ തേച്ചിട്ട് വലിച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത്.
ഇതില്ലേ ഫെവിക്കോൾ ഇങ്ങനെ അവർ തേച്ചിട്ട് എല്ലാ സൈഡും വലിച്ച് 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 ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. വലിച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പിന്നെന്തോ ചെയ്യുന്ന മാതിരി എന്തോ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊരു കുഴപ്പമില്ല, പിന്നൊന്നും വേണ്ട. അത് നമ്മൾ ഇത് ഫെവിക്കോൾ ഇരിക്കുന്നത് അതിന് നമ്മൾ ഫെവിക്കോൾ ഒട്ടിക്കാറില്ല, അതാ പിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല. ഇതുണ്ടല്ലേ ഇങ്ങനെ വലിച്ചാണ് ഒട്ടിക്കുന്നത്. കാരണം ഓരോ പോർഷനും ഇവർ ഊരും പിന്നെയും ഒട്ടിക്കും. അങ്ങോട്ട് ആ സൈഡിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്ന് നോക്കി ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചു. അതായത് ചെയ്യുന്ന ഫുള്ള് വീഡിയോ എടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞു ചാനലിന് വേണ്ടിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇങ്ങനെ വലിച്ച് വലിച്ച് ഫുള്ളിങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ വലിച്ച് വലിച്ചാണ് അവർ ഒട്ടിക്കുന്നത്. ഏകദേശം
പരിപാടി തീരാറായി. വീണ്ടും കുറച്ച് സൈഡ് വലിഞ്ഞ് ഒട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും വിടിയിപ്പിച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. എന്തോ ആ സൈഡ് കറക്റ്റ് ആകുന്നില്ല. എന്തോ പുള്ളി 2-3 വട്ടമായി പുള്ളി പറിച്ച് വീണ്ടും ഒട്ടിക്കുന്നുണ്ട് ആ സൈഡ്, വീണ്ടും പശ വെച്ചിട്ട്. ഏതായാലും ഏകദേശം തീരാറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സീറ്റ് കവറ്. ഇവിടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ട് ഫ്രണ്ടിൽ.